ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ ഉച്ചയ്ക്ക് 12-നും 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുക. 9:50 ഹരിവരാസനം പാടി 10 നട അടക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. സന്നിധാനത്തിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 41 ദിവസത്തെ മണ്ഡലകാലത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. പ്രധാനമായും ഇന്നത്തെ ചടങ്ങുകളും ഏത് തരത്തിലാണ്? പതിവ് പോലെയുള്ള പൂജകൾ തുടരുകയാണ്. രാവിലെ 3 മണിക്ക് നട തുറന്നു. പതിവ് പോലെ തന്നെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, നെയ്യഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഉഷപൂജ പൂർത്തിയാക്കിയിട്ടുണ്ട്. 11 മണി വരെയാണ് ഇന്ന് നെയ്യഭിഷേകമുള്ളത്. ഉച്ചയ്ക്ക് 12-നും 12:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വിശിഷ്ടമായിട്ടുള്ള മണ്ഡലപൂജ നടക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. 1 മണിക്ക് ഉച്ചപൂജയ്ക്ക് പൂർത്തിയാക്കി നട അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന. നേരത്തെ ഹരിവരാസനം പാടി പതിവ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 9:50 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കും. രാത്രി 7 മണി വരെയുള്ള സമയത്ത് മാത്രമായിരിക്കും പമ്പയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. 7 മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും മല കയറുന്നതിനുള്ള അനുവാദം ഇല്ല. രാവിലെ സുഗമമായ ദർശനമാണ് സാധ്യമാകുന്നത്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊന്നും വലിയ തിരക്ക് ഇന്ന് രാവിലെ അനുഭവപ്പെടുന്നില്ല. ഇന്നലെ വൈകിട്ട് വലിയ തിരക്ക് ഉണ്ടായിരുന്നു. ആ തിരക്കിൻ്റെ ഭാഗമായിട്ട് പുലർക്കാലത്തും ആ തിരക്ക് അനുഭവപ്പെട്ടു. ശരാശരി തിരക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് സന്നിധാനത്ത് തിരക്ക് നന്നേ കുറവാണ്. നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 60,000 പേർക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5,000 ആളുകൾക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. അതുകൊണ്ടൊക്കെ കൂടി തന്നെ വരും മണിക്കൂറുകളിലും തിരക്ക് കുറഞ്ഞു നിൽക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. 18-ാം പടി തൊഴുതു വണങ്ങി മുകളിലേക്ക് സാവധാനം കയറുന്നതിനുള്ള സാഹചര്യമൊക്കെ ഭക്തജനങ്ങൾക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരു ദിവസമാണ്. 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവർ കടക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിന് അരികിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവറൊക്കെ കാലിയായി കിടക്കുകയാണ്. വളരെ വേഗത്തിൽ ക്യൂ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. 18-ാം പടിക്ക് മുൻപുള്ള നടപ്പന്തലുകളിലും വലിയ തിരക്കില്ല. അവിടെ നിന്നും ക്യൂ വളരെ വേഗത്തിൽ തന്നെ മുൻപിലേക്ക് നീങ്ങി 18-ാം പടി വളരെ വേഗത്തിൽ വളരെ സാവധാനം തൊട്ടുവണങ്ങി കയറി പിന്നീട് ഫ്ലൈ ഓവർ വളരെ വേഗത്തിൽ കയറി ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പ ഭഗവാനെ സുഗമമായി തന്നെ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ് ഇന്ന്. ഇനി മണ്ഡലപൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. 12-നും 12:30 ഇടയ്ക്ക് തങ്കിയങ്കി ചാർത്തി അയ്യപ്പ സ്വാമിക്ക് ഇന്ന് മണ്ഡലപൂജ നടക്കും. 41 ദിവസത്തെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെയും എല്ലാ ദിവസങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് മണ്ഡലപൂജ പൂർത്തിയാകുന്നു. പിന്നീട് ഡിസംബർ 30 നട തുറന്ന് ജനുവരി 14 മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ഡിസംബർ 30 നട തുറക്കും. ഇപ്പോൾ എന്നോടൊപ്പം അയോധ്യ രാമജന്മഭൂമിയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് 81 ദിവസം കൊണ്ട് നടന്ന് എത്തി അയ്യപ്പ ഭഗവാനെ ദർശിച്ച് അയോധ്യ പോലെയുള്ള പുണ്യ സ്ഥലത്ത് നിന്നും ശബരിമലയിലേക്ക് പുണ്യസ്ഥലത്തേക്ക് നടന്ന് എത്തിയ തീർത്ഥാടകരുണ്ട്. എന്നാണ് നിങ്ങളുടെ തീർത്ഥാടനം അയോധ്യയിൽ നിന്നും ആരംഭിക്കുന്നത്? എവിടെയാണ് നട? 4-നാണ് തുടങ്ങിയത്. ഇനി ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരള 8 സംസ്ഥാനങ്ങൾ കടന്ന് എല്ലാ ഭാഗത്തും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. കലിയുഗവരദൻ്റെ അനുഗ്രഹം 100% കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സ്വദേശം? സ്വദേശം നെടുമ്പോയിൽ, കണ്ണൂർ ജില്ല നെടുമ്പോയിൽ. കണ്ണൂരിൽ നിന്നും അയോധ്യയിലേക്ക് എങ്ങനെയാണ്? ട്രെയിനാണ് പോയത്. ശേഷം അയോധ്യയിൽ നിന്ന് കാൽനടയായി ഇങ്ങോട്ട്. എന്താണ് അങ്ങനെ ആ അയോധ്യ പോലെയുള്ള രാമജന്മഭൂമി പുണ്യഭൂമിയിൽ നിന്നും സന്നിധാനത്തേക്ക് മറ്റൊരു പുണ്യഭൂമിയിലേക്ക് നടന്നു വരാം, കാൽനടയായിട്ട് വരാം എന്നുള്ള ഒരു തീരുമാനം? പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ നടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് അതിന് ഉള്ള വേണ്ട സൗകര്യങ്ങൾ നടന്നു പോകുന്നയാൾക്ക് ക്യൂ നിൽക്കുമ്പം ഭയങ്കരമായിട്ടുള്ള കാല് വേദന ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശമായിരുന്നു. അവിടുത്തെ രാമജന്മഭൂമിയിലെ ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് വിവിധ ക്ഷേത്രങ്ങൾ സഞ്ചരിച്ച ഇവിടം വരെ എത്തുന്നു അല്ലേ? എത്ര? 81 ദിവസങ്ങൾ. എൻ്റെ ഒരു മഹേഷാണ്, കണ്ണൂർ ജില്ലയാണ് സ്ഥലം. ദിവസത്തെ ആ തീർത്ഥാടനം, വലിയൊരു തീർത്ഥാടനം, ഏകദേശം 3 മാസത്തിനടുത്ത് സഞ്ചരിക്കേണ്ടി വന്നു. ആടിയായി 3 മാസത്തിൻ്റെ അടുത്തായി. എങ്ങനെയായിരുന്നു അനുഭവം? അടിപൊളി അനുഭവം. ഭഗവാൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, പവർഫുള്ളായിട്ട്. ഇത്രയും ദിവസം നീണ്ടു നിന്ന യാത്രയിലൂടെയുള്ള ആ തീർത്ഥാടനം, അതും
രാമജന്മഭൂമി പോലൊരു പുണ്യഭൂമിയിൽ നിന്നും സന്നിധാനത്തേക്ക് ആ യാത്ര എങ്ങനെയാണ്? അയ്യപ്പൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ദർശനം എല്ലാവരുടെയും കിട്ടി, നല്ല സ്വീകരണം കിട്ടി, നല്ല സഹകരണം എല്ലാ ജനങ്ങളും. സുഗമമായിരുന്നോ യാത്ര, ഈ കാൽനടയായിട്ടുള്ള സഞ്ചാരം? അത് സുഖമായിരുന്നു. നല്ല സുഖം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കൂടെ ഉണ്ട്. രാത്രി തങ്ങിയതുമൊക്കെ വിശ്രമമൊക്കെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഒരു 150ഓളം അമ്പലങ്ങളിൽ ദർശനം നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ? ഭക്ഷണങ്ങൾ വേണ്ട ഗ്യാസ്, പാത്രങ്ങൾ, സ്റ്റൗ, എല്ലാ സാധനങ്ങളും വണ്ടിയിൽ സ്കൂട്ടിയിൽ ഇവർ ഓടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്കൂട്ടി ഓടിച്ചു. ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് 81 ദിവസത്തിനിടയ്ക്ക് സന്ദർശിച്ച്? പ്രധാനമായിട്ട് എന്താ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അയ്യപ്പ ബോൺപള്ളി അയ്യപ്പ ടെമ്പിൾ, ബാംഗ്ലൂർ എസ്കോട്ട് അയ്യപ്പ ടെമ്പിൾ, തെലങ്കാന അയ്യപ്പ സമിതിൻ്റെ അമ്പലങ്ങൾ. 81 ദിവസം നീണ്ടുനിന്ന ആ വലിയ തീർത്ഥാടനത്തിൽ കൂടി രാമജന്മ ഭൂമിയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് നടന്ന് എത്തിയ കാൽനടയാന്ന് 81 ദിവസം കൊണ്ട് നടന്ന് എത്തിയ ഭക്തജനങ്ങളുടെ ആ വിശേഷമാണ് കണ്ടത്. അങ്ങനെ നിരവധിയായ ഭക്തജനങ്ങൾ ശബരിമല ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തി മണ്ഡല പൂജ പൂർത്തിയാക്കി. മണ്ഡലകാലത്തിന് 41 ദിവസത്തെ മണ്ഡലകാലത്തിന് ഇന്ന് പരിസമാപ്തിയാകുമ്പോൾ ഇനിയുള്ളത് വ്രതം നോറ്റ് കാത്തിരിക്കുന്ന ആ മകരവിളക്ക് തീർത്ഥാടന മിഥുൻ പറഞ്ഞതുപോലെ തന്നെ 41 ദിവസത്തെ മണ്ഡലകാലത്തിനാണ് സമാപനമാകുന്നത്. ഡിസംബർ 30-ന് ഇനി വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. സന്നിധാനത്തിന് നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.